ഹായ് നമസ്കാരം. പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ നന്നായി കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഒരു പാൻ എടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു നുള്ളി ചെറിയ ജീരകം, വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി 6-7 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, 6-7 വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്നിത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ എരിവും ഉപ്പും എല്ലാം നല്ലതുപോലെ ചെറുപയറിൽ പിടിക്കും. ഇനി അടപ്പ് തുറന്ന് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ചെറുപയർ കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.